സംസ്ഥാനത്ത് ഇന്ന് മാത്രം പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാറിലും ജലനിരപ്പ് ഉയർന്നുണ്ട്. വിവിധ ജില്ലകളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിർത്താതെ പെയ്യുന്ന മഴയിൽ തലസ്ഥാനത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയത്ത് കാലവർഷം ശക്തമായതോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ തുറന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ റെഡ് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തി പ്രാപിച്ചെങ്കിലും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇടുക്കിയിലും സ്ഥിതി സമാനമാണ്. മുറിഞ്ഞപ്പുഴ കടുവാപ്പാറയ്ക്ക് സമീപം റോഡിലേക്ക് കല്ലും മണ്ണും പതിച്ചു. പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ മരം വീണ് അതിഥി തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. നെടുങ്കണ്ടം മയിലാടുംപാറയിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. രാമക്കൽമേട്ടിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. ജലത്തിന്റെ അളവ് ആശങ്കപ്പെടുത്തിയതിനെ തുടർന്ന് മലങ്കര, കല്ലാർകുട്ടി ഡാമുകൾ തുറന്നു. പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. എറണാകുളത്ത് കാലവർഷം പിന്നോട്ടില്ലെന്ന് തന്നെയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ പാലക്കാട് കുളപ്പള്ളി പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. തൃശൂർ കലാമണ്ഡലത്തിന് സമീപമായിരുന്നു അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരം ട്രെയിനിന് മുകളിലെ വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. കോഴിക്കോട് വിലങ്ങാടിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴയിൽ മണ്ണും കല്ലും വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി കനത്ത നാശം വിതച്ച വിലങ്ങാടിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും തീവ്രമഴയുടെ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും മലയോര മേഖലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.